ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ ഇതിൽ തന്നെ സെൻട്രലൈസ്ഡ് ടെമ്പറേച്ചർ കൺട്രോൾ തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആണ് കാണിക്കുന്നത്. എല്ലാ തെർമോസ്റ്റാറ്റും കാണിച്ചിട്ടില്ല, എൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാണിക്കുന്നത് ഇതിനകത്ത്. അതിനു മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. സെൻട്രലൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുതിയതായിട്ട് MEP എന്ന് പറയും. MEPക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് അങ്ങനെയുള്ളവർ എന്നൊക്കെ പറയാറുണ്ട്. അത് HVACയുടെ കോഴ്സാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ MEP എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ പേര് കേൾക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ, E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ, P എന്ന് പറഞ്ഞാൽ പ്ലംബിങ്. അപ്പോൾ ഇത് 3 ബ്രാഞ്ചും കൂടി കൂടുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ AC-യുടെ വർക്ക്. ഇപ്പോഴല്ല, പണ്ട് മുതലേ. പക്ഷേ ഇപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മെക്കാനിക്കൽ ഒരു AC-യുടെ ഇതിനകത്ത് 3 തലങ്ങൾ പോവും. 3 തലങ്ങളല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിസമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ്. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കംപ്രസർ ഇലക്ട്രിക്കലിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കലും, പിന്നെ അതിൻ്റെ കൺട്രോൾസ്, വയറിങ്, അതിൻ്റെ ഹീറ്റിങ്, അതെല്ലാം ഇലക്ട്രിക്കലിൽ വരുന്നു. പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DX യൂണിറ്റ് അല്ല, ചിൽഡ് വാട്ടർ യൂണിറ്റിൽ പൈപ്പ് ലൈൻ വഴിയാണ് എല്ലാ വെള്ളവും ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്, തണുപ്പിച്ച വെള്ളം. അപ്പോൾ അതിന് പ്ലംബിംഗ് വേണം. പിന്നെ ഇതിൻ്റെ കൂടെ തണുത്ത എയറിന് ഡക്റ്റിങ്ങും വേണം. ഡക്റ്റ് പറഞ്ഞുതരാം അതൊക്കെ പിന്നീട്. അപ്പോൾ പ്ലംബിങ്ങിൽ നമുക്കറിയാം, പ്ലംബർ എപ്പോഴും ത്രെഡൊക്കെ കട്ട് ചെയ്ത് ഇരുമ്പിൻ്റെ പൈപ്പാണ്, ബ്ലാക്ക് സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, നല്ല പ്രഷറിൽ താങ്ങാൻ കഴിവുള്ള സ്റ്റീലാണിത്. അപ്പോൾ അതിന് ത്രെഡൊക്കെ കട്ട് ചെയ്ത് ജോയിൻ്റൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്ന പോലെ ബെൻഡ്, T90, 45 എന്നൊക്കെ പറയുന്ന ഫിറ്റിങ്സൊക്കെ അതിനകത്ത് ഉപയോഗിക്കും. പക്ഷേ 2 ഇഞ്ചിന് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ആ പൈപ്പിൻ്റെ ഡയമീറ്റർ 2 ഇഞ്ചിന് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ത്രെഡിങ് ഒന്നും നടക്കില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ അതിന് പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടി ചെയ്യുന്നത് വെൽഡിങ് ആണ്. അപ്പോൾ ആ പൈപ്പ് വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് പോകും. അതാണ് പ്ലംബിങ് ഇതിൽ വരുന്നത്. അപ്പോൾ വെൽഡിങ് ഇതിനകത്ത് വരുന്നുണ്ട്, റിവേറ്റിങ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന ഒരേ ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ, അതാണ് സെൻട്രലൈസിങ്. എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യും. പിന്നെ ഇതിനകത്ത് തന്നെ, ഈ പ്ലംബിങ്ങിനകത്ത് തന്നെ ഇതിൻ്റെ ചൂട്, തണുപ്പ് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പമ്പിൽ, ഈ പൈപ്പ്, അയൺ പൈപ്പിൽ നമ്മൾ തെർമോക്കോളോ അല്ലെങ്കിൽ മറ്റേ ഗ്ലാസ് വൂൾ പൈപ്പ് വെച്ചോ പൊതിഞ്ഞ് അതിൽ ക്യാൻവാസ് ചുറ്റി, അത് ഫോസ്റ്റർ എന്ന് പറയുന്നൊരു ഇതുണ്ട്, ലിക്വിഡുണ്ട്, അതടിച്ച് ഇതാക്കി വെക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ വലിയ മാളുകളൊക്കെ പോയാൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഗൾഫിലൊക്കെ ഇത് സ്ഥിരം ഇത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഡക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് കുറേയധികം ഫിറ്ററിൻ്റെ വർക്ക് വരുന്നുണ്ട്, കട്ടിങ് വരുന്നുണ്ട്, റിവറ്റിങ് വരുന്നുണ്ട്. പിന്നെ അത് ഹാങ് ചെയ്യാനുള്ള ബ്രാക്കറ്റ്സൊക്കെ എല്ലാം വെൽഡ് ചെയ്താണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ്, ഒരു ബ്രാഞ്ചാണ് ഈ സെൻട്രലൈസി എന്ന് പറയുന്നത്. സാധാരണ AC നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്ലിറ്റ് ACക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൽ പൈപ്പ് കോപ്പറിൻ്റെ പൈപ്പാണ്, അതിൽ ഇൻസുലേഷൻ റബ്ബറിൻ്റെയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസുലേഷൻ ഇട്ട് ടാപ്പിട്ട് ചുറ്റിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ പുറത്തേക്ക് തണുപ്പ് പോരുത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ചൂട് അതിൽ പിടിക്കരുത്, അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ 3 ബ്രാഞ്ചും കൂടി കൂടുന്നതാണ് MEP എന്ന് പറയുന്നത്. ചിലർക്ക് അത് മനസ്സിലാവില്ല എന്താണ് MEP എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ MEP ആണ് ഇപ്പോഴത്തെ മിക്ക സ്ഥലത്തും. ഡിപ്ലോമ IT ഒക്കെ കഴിഞ്ഞവർ വീണ്ടും MEP പഠിക്കാൻ പോകാറുണ്ട്. കാരണം നമ്മൾ IT പഠിക്കുമ്പോൾ മെക്കാനിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പ്ലംബിങ് അറിയണമെന്നില്ല, ഇലക്ട്രിക് പഠിച്ചാൽ പ്ലംബിങ് അറിയണമെന്നില്ല. അപ്പോൾ എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു സിസ്റ്റമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും ഈ തെർമോസ്റ്റാറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ ഈ ക്ലാസ്സെല്ലാം ഈ പറയുന്ന സ്റ്റുഡൻസിന് സൂട്ടബിളായിട്ടാണ് ഞാൻ എടുക്കുന്നത്.
എൻ്റെ ബേസിക് ലെവലോട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ ഇടാനായിട്ടുള്ള ഒരു എനർജി കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു 300 വീഡിയോസിൽ കൂടുതൽ വരും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിടിച്ച് ഇടുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ എപ്പിസോഡ് 2-ൽ നേരത്തെ എപ്പിസോഡ് 1-ൽ പറഞ്ഞ മെർക്കുറി സ്വിച്ച് വെച്ചിട്ടുള്ള തെർമോസ്റ്റാറ്റിനെ കുറിച്ചാണ്. ആ മെർക്കുറി സ്വിച്ച് വെച്ചിട്ടുള്ള തെർമോസ്റ്റാറ്റിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഈ കാണിക്കുന്നത്. അത് തന്നെ ഇവിടെ ഇപ്പോഴത്തെ റൂം ടെമ്പറേച്ചർ 30. ഈ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് തെർമോമീറ്ററാണിത്. ഇൻഡിക്കേറ്റർ ഈ റൂം ടെമ്പറേച്ചർ 30 കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ എൻ്റെ മുകളിലും ഇല്ല 30. ഇതാണ് കൂളിങ്ങിൻ്റെ ടെമ്പറേച്ചർ. മറ്റേത് ഹീറ്റിങ്ങിൻ്റെയാണ്. അതായത് തണുപ്പ് കാലത്ത് നമുക്ക് AC-യുടെ ആവശ്യമില്ല, പക്ഷേ ചൂട് വേണം, നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലും ഗൾഫ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂട് ആവശ്യം വരും. അപ്പോൾ അതിന് നമ്മൾ ഹീറ്റിലോട്ടിടും. അതാണ് ഹീറ്റിലോട്ടിടും. അതാണ് ഹീറ്റിംഗ് എത്ര ടെമ്പറേച്ചർ വരെ ഹീറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് കാണിക്കുന്ന തെർമോമീറ്ററാണിത്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ടെമ്പറേച്ചറിൻ്റെ ഇതാണിത്. ഇപ്പോൾ നമുക്കൊരു 25 ഡിഗ്രി വേണമെങ്കിൽ 25-ൽ വെക്കാം ഹീറ്റ്. അതല്ല നമുക്ക് കൂളിംഗ് ആണ് വേണ്ടതെങ്കിൽ, കൂളിംഗ് ഒരു 20-ൽ വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്തോട്ട് ഇത് സ്റ്റക്കായി പോയി, ഇതിനകത്തോട്ട് തിരിച്ച് വയ്ക്കുക. അതിവിടെ മെർക്കുറി സ്വിച്ച് കാണുന്നുണ്ട്. കണ്ടോ, നേരത്തെ മെർക്കുറി സ്വിച്ചിനെ കുറിച്ച് ഞാൻ ആ ബൾബിനെ കുറിച്ച് പറഞ്ഞത്. ഇത് അതിൻ്റെ സ്പ്രിങ് പോലത്തെ ഇതാണ് അതിൻ്റെ കൺട്രോൾ വരുന്നത്. കണ്ടോ, ഇത് ഹീറ്റ്, കൂള്, ഓഫ്, പിന്നെ ഫാന്, ഓണ്, ഓട്ടം, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കണക്ഷനൊക്കെ അതുപോലെ തന്നെ. അതുപോലെ പിന്നെ ഇത് ഇവിടെ കുറച്ച് സെയിം വർക്കിംഗ് തന്നെ, പക്ഷെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അതിന് നോക്കുമ്പോൾ 2 മെർക്കുറി സ്വിച്ച് ഇവിടെയും 2 ഇവിടെയും കാണിച്ചിരിക്കുന്നു. അതെന്താണെന്നുള്ള 2 ഇവിടെയും കൊടുത്തിട്ടുണ്ട്, 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി 10 ടൺ കപ്പാസിറ്റി ഒക്കെ ഉള്ള AC കൺട്രോളാണിത്. 10 ടൺ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 5 ടണ്ണിന് ഒരു കംപ്രസറും അടുത്ത 5 ടണ്ണിന് ഒരു കംപ്രസറും. അതായത് ഇങ്ങനെ ഒരു യൂണിറ്റ് തന്നെ, ഔട്ട്ഡോർ യൂണിറ്റ് തന്നെ 2 കംപ്രസർ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വരുന്നത് 3 ഫേസ് ആയിരിക്കും കേട്ടോ. ഇതിൽ വരുന്നത് ഈ തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്നതിൽ Y1 Y2 എന്നാണ്. അതായത് കംപ്രസർ 1, ഇത് കംപ്രസർ 2 ഉണ്ടാവും. അങ്ങനെ ഹീറ്റിങ്ങിനും ഉണ്ടാവും W1 W2. ഈ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡക്റ്റ് ഹീറ്ററാണ്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ 2 കംപ്രസറിന് 2 കൺട്രോളർ, 2 എന്തിനാണ് അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് തണുപ്പ് വേണം, പക്ഷേ ഒരു നോർമൽ തണുപ്പ് മതിയെങ്കിൽ ഈ ഒരു Y1-ൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് മാത്രമേ ഓണാക്കിയിടാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നീട് ഭയങ്കര ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ 50-55 വരും. അപ്പോൾ നമുക്ക് ഈ കൂളിംഗ് പറ്റാണ്ട് വരും. അപ്പോൾ അടുത്ത ഒരു കംപ്രസർ കൂടി ഇതിൽ ഓൺ ചെയ്യും. അതാണ് Y2. Y1 ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ Y2 കൂടി ഓൺ ചെയ്യും. അപ്പോൾ 2 കൂടി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പൈപ്പ് ലൈൻ സിസ്റ്റമൊക്കെ ഞാൻ പിന്നീടേ പറയുള്ളൂ. അപ്പോൾ 2 കൂടി വർക്ക് ചെയ്യുമ്പോൾ നല്ല കൂളിംഗ് കിട്ടും. അപ്പോൾ അതിൻ്റെ കൺട്രോളാണ് ഇത്. കണ്ടോ, അതുപോലെ തന്നെ ഹീറ്റിനും ഉണ്ട്. ഇതാ ഇവിടെ ഹീറ്റിൻ്റെ കൺട്രോളിനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഉണ്ടോ, അതുപോലെ തന്നെ ഇത് കൂളിൻ്റെ കൺട്രോളിനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ ഹീറ്റിൻ്റെ, ഇത് കൂളിൻ്റെ, ഈ രണ്ടും 2 ഇതിലാണ്. ഈ ഓരോ ബൾബും പോയിരിക്കുന്നത് 2 വ്യത്യസ്ത കളറിലായിരിക്കും, 2 കോണ്ടാക്റ്റിലായിരിക്കും. Y1 Y2. ഇവിടെ ഞാൻ കാണിച്ചത് ഇതിൻ്റെ
ഇതെല്ലാം 24 വോൾട്ടാണ്, ഡയറക്റ്റ് അല്ല. 24 വോൾട്ട് AC സപ്ലൈ കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. വോൾട്ട് കൊടുക്കണം ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ വയറൊക്കെ എവിടെ കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ കണക്ഷൻ ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ കൺട്രോൾ വയർ കളർ എപ്പോഴും ഉപയോഗിക്കണം. ഉണ്ടോ? ഇതാണ് എൻ്റെ ഈ കാണുന്നതെല്ലാം. ഇത് അഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനകത്തോട്ട് കോണ്ടാക്റ്റ് വരില്ലല്ലോ. ആ കോണ്ടാക്റ്റ് ടച്ചാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇതാണ്. നമ്മൾ ബാറ്ററിക്ക് ഇടുന്ന വരാണ്ട ഇവിടെ ഉണ്ട്. അത് വന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് കോണ്ടാക്റ്റ് വരും. എന്നാലും ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെന്തെങ്കിലുമൊക്കെ ലൂസ് കണക്ഷൻ പിടിക്കുമ്പോഴാണ് AC വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇത് അഴിച്ച് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും. അത് ഇതെല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിജിറ്റലാണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് വലിച്ചെറിഞ്ഞ് വേറെ പുതിയത് വെക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നോക്കിക്കോളൂ. ഇവിടെ Y1, ഇവിടെ സ്ക്രൂ പോയി, ഇവിടെ സ്ക്രൂ ഉണ്ട്. Y1 ഈ Y1 യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കംപ്രസർ വർക്ക് ചെയ്യും. Y2 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് വർക്ക് ചെയ്യും. അതിനാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ W1 ഈ W1 ഹീറ്റിംഗ് കോയിലുകളാണ്, ഹീറ്ററിൻ്റെ. അതൊക്കെ പിന്നീട് പറയട്ടോ, എല്ലാം കൂടി ഇങ്ങനെ ഇപ്പോൾ പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ W1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹീറ്റിംഗ് സെക്ഷൻ, W2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹീറ്റിംഗ് സെക്ഷൻ. അപ്പോൾ തണുപ്പ് ഭയങ്കര തണുപ്പ് കാലത്ത് ചൂട് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതും കൂടി ഓൺ ചെയ്യണം. അപ്പോൾ W2 വരും. അതിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് വരുന്ന ഇൻപുട്ട് വയേഴ്സാണ്. ഇത് വേണ്ട ഗ്രീൻ എപ്പോഴും ഒരെണ്ണം ഉണ്ടാവുള്ളൂ. കാരണം ഫാൻ AC-ൻ്റെ ഫാൻ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. പക്ഷേ കംപ്രസർ പുറത്ത് വെച്ചിരിക്കുന്ന യൂണിറ്റിൽ 2 കംപ്രസർ ഉണ്ടാവും. അതുപോലെ തന്നെ ഡക്റ്റ് ഹീറ്ററിൽ ഡക്റ്റിനകത്ത് 2 ഹീറ്റിംഗ് യൂണിറ്റും ഉണ്ടാവും. ഗ്രീൻ ഇത് നേരത്തെ ഞാൻ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തിനാണെന്നുള്ളത്. അതുപോലെ എന്തുണ്ട് RC RN, അതായത് ഇതാണ് നമ്മുടെ 24 വോൾട്ട് കൊടുക്കുന്ന ഇതാണിത്. രണ്ടിലും 24 വോൾട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡും അതിൻ്റെ ബ്ലാക്കും പറഞ്ഞു. ഇതൊരു വയറിങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ കൊടുക്കാവുന്നത്. പിന്നെ ഓറഞ്ച് ഉണ്ട്. ഇതൊക്കെ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയറുകളാണ്. ഇതൊക്കെ ഹീറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ നോക്ക്, ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ സിസ്റ്റമേ ഓഫാണ്. നമുക്ക് ആർക്കും ഇത് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചൂട് കാലത്താണെങ്കിൽ കൂളിലോട്ട് ഇടുക. കൂളിലോട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മളതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക എത്രയാണ് വേണമെന്നുള്ളത്. അപ്പോൾ അത് കംപ്രസർ ഓണായി തണുപ്പിൽ വർക്ക് ചെയ്യും. ഇനി തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ നമ്മളിത് ഇതിലോട്ടിടണം, ഹീറ്റിലോട്ടിടണം കേട്ടോ. ഹീറ്റിലോട്ടിട്ട് കഴിഞ്ഞാൽ ആ ഹീറ്ററും ഈ ഫാനും ഹീറ്റർ ചൂടായി അതിൽ ഫാൻ അടിച്ച് ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കും. ഉള്ളിലുള്ള ടെമ്പറേച്ചർ ചൂടാക്കിക്കൊണ്ടിരിക്കും. തണുപ്പ് വരുമ്പോൾ അങ്ങനെയാണ്. അത് ഗൾഫിലോട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. പിന്നെ ഇത് ഈ ഓട്ടോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓട്ടോയിൽ ഇടുകയാണെങ്കിൽ ഫാൻ ഓൺ ആകുമ്പോൾ കംപ്രസർ ഓൺ ആവും, ഫാൻ ഓഫ് ആകുമ്പോൾ കംപ്രസർ ഓഫ് ആവും. അതേപോലെ തന്നെ ഹീറ്റിങ്ങിലാണെങ്കിലും ഫാൻ ഓൺ ആകുമ്പോൾ ഹീറ്റർ ഓൺ ആവും, ഫാൻ ഓഫ് ആകുമ്പോൾ ഹീറ്റർ ഓഫ് ആവും. അതിനുള്ളതാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത്. സാധാരണ ഓട്ടോ ആരും ഇടാറില്ല. പിന്നെ നമ്മളുടെ ഇവിടുത്തെ പോലെയല്ല, കറണ്ട് അത്രയ്ക്ക് വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട് എപ്പോഴും എല്ലാവരും കണ്ടിന്യൂസ് അങ്ങോട്ട് ഓട്ടോയിലല്ലാണ്ട് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കും. അതാണ് വയറുകളൊക്കെ വരാനുള്ള ഹോൾസാണ്. ഇതിലെ കൂടി ഭിത്തി വരുന്ന വയറുകൾ വന്ന് ഇവിടെ കണക്ഷൻ കൊടുക്കാനുള്ളതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹീറ്ററിലേക്ക് പോകേണ്ട കൺട്രോൾ വയേഴ്സാണ്. ഇതെല്ലാം കൺട്രോൾ വയേഴ്സാണ്. 24 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കൺട്രോൾസ് മാത്രമുള്ള വയേഴ്സ്, ഡയറക്റ്റ് അല്ല. ഡയറക്റ്റ് ആയിട്ട് യാതൊരു ബന്ധവും ഡയറക്റ്റ് കംപ്രസറോട്ട് പോലെ കൺട്രോളിൽ വന്ന് ആ കൺട്രോളിൽ നിന്നുള്ള വയർ കംപ്ലീറ്റ് ഓരോ പ്രത്യേക റിലേയിലും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്ടറിലും കൊടുത്തില്ല. ആ കോണ്ടാക്ടറിലേക്ക് ഈ സപ്ലൈ ചെന്ന് കഴിയുമ്പോൾ കോണ്ടാക്ടർ പിടിച്ചിട്ടാണ് മറ്റേത് വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ കാണുന്ന സിസ്റ്റം. ഇതാണ് മൾട്ടി സ്റ്റേജ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റേജ് ഇതിന് ഉപയോഗിക്കുന്നതാണ്. ഡബിൾ സ്റ്റേജ് കംപ്രസറിന്
അല്ല WCG AC യൂണിറ്റിന് ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്ന സംഭവം. ഇനി അടുത്തത് ഇവിടെ ഒരു നമ്മൾ മെർക്കുറി സ്വിച്ചിൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്ന തെർമോസ്റ്റാറ്റ് ഉണ്ട്. കൂടാണ്ട് ബെല്ലോസും അതിൻ്റെ ഗ്യാസും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വേറൊരു ടൈപ്പ് ഇതുണ്ട്, തെർമോസ്റ്റാറ്റ് ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് അതായത് ഈ കാണുന്നത് ഇത് നോക്കിയതുണ്ട്, ഇവിടെ കണ്ടോ, ഇതിനകത്തേക്ക് ഇത് ഇപ്പോൾ കാണുന്ന കാപ്പിലറി ചെല്ലുന്നത് ഇതുപോലെ ബെല്ലോസ് ചുരുങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. ബെല്ലോസ് മെറ്റലിൻ്റെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ചൂട് സമയത്ത് ഇതിനകത്തുള്ള ഗ്യാസ് എക്സ്പാൻഡായിട്ട് ഭയങ്കര പ്രഷറിൽ ഇവിടെ ഇത് ചെയ്യുമ്പോൾ ഈ കോണ്ടാക്റ്റ് ഇവിടെ പിടിക്കും, കംപ്രസർ പിടിക്കും. ഈ കോണ്ടാക്റ്റ് ഇങ്ങനെ തള്ളി ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ കാപ്പിലറി എന്ന് പറയുന്നത്. ഈ ട്യൂബിന് ഇതിനകത്ത് ഒരു ഡ്രോപ്പ് റെഫ്രിജറൻറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അത് ഇങ്ങനെ എക്സ്പാൻഡ് ആയി കഴിയുമ്പോൾ ബെല്ലോസ് വരും, ഇവിടെ കോണ്ടാക്റ്റ് വരും, കംപ്രസർ ഓൺ ആവും. വീണ്ടും കംപ്രസർ ഓൺ ആയതിന് ശേഷം കൂളിംഗ് കിട്ടി ഇത് ഒരു ടൺ കോയിലിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് കിട്ടി കഴിയുമ്പോൾ തണുത്ത് ഇതിനകത്തുള്ള ഈ ലിക്വിഡ് ഫോമിലിരിക്കുന്ന അല്ല ഗ്യാസ് ഫോമിലിരിക്കുന്ന പദാർത്ഥം ഏത് റെഫ്രിജറൻ്റാണോ അത് തണുത്ത് വരുമ്പോൾ ഇതിനകത്തുള്ള പ്രഷർ പോകും, ചുരുങ്ങും, സ്പ്രിങ് ആക്ഷനിൽ ചുരുങ്ങുമ്പോൾ ഇവിടുത്തെ കോണ്ടാക്റ്റ് പോകും. അപ്പോൾ കംപ്രസർ ഓഫ് പോകും. അങ്ങനെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഇതാണ് ഈ തെർമോസ്റ്റാറ്റ്. ബെല്ലോസ് കൺട്രോൾ ചെയ്യുന്ന തെർമോസ്റ്റാറ്റാണ് കാണുന്നത്. ഇത് ശരിക്കും വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വിൻഡോസിൽ വരും. പിന്നെ ഇതേ മെക്കാനിസം തന്നെയാണ് ഫ്രിഡ്ജിനകത്തുള്ള തെർമോസ്റ്റാറ്റിൽ. ഇത് തന്നെയാണ് സംഭവം. മറ്റേത് പറ്റത്തില്ല, മെർക്കുറി ഉപയോഗിക്കില്ല. ഇത് തന്നെ ഈ ബെല്ലോസ് യൂസ് ചെയ്തിട്ടുള്ള ബെല്ലോസ് ആൻഡ് കാപ്പിലറി അത് ഉപയോഗിച്ചുകൊണ്ടുള്ള തെർമോസ്റ്റാറ്റാണ് റെഫ്രിജറേറ്ററിൽ വരുന്നത്. റെഫ്രിജറേറ്ററും എയർ കണ്ടീഷനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അത് ഫുഡ് തണുപ്പിക്കാൻ ചെറിയ ടെമ്പറേച്ചറിൽ ഉപയോഗിക്കുന്നു. AC ആണെങ്കിൽ ഒരു വലിയ ഏരിയ തണുപ്പിക്കാനായിട്ട് ലാർജ് സ്കെയിൽ ഉപയോഗിക്കുന്നു. പിന്നെ റെഫ്രിജറേറ്റർ ഒരു കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഫ്രീസറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വലിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലബ്ബുകളിലോ വേണമെങ്കിൽ ഫ്രീസറിൽ അവർ കോൾഡ് റൂം ഉണ്ടാക്കും. കോൾഡ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾഡ് സ്റ്റോർ എന്ന് പറഞ്ഞ പോലെ വലിയൊരു എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഏരിയയിൽ കപ്പാസിറ്റിയുള്ള കോൾഡ് റൂം ഇൻസുലേറ്റ് ചെയ്ത് മതിലെല്ലാം ഭിത്തിയെല്ലാം ഇൻസുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ കോൾഡ് റൂം. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന തെർമോസ്റ്റാറ്റാണ് ഇത് കാണുന്നത്. ഇതാണ് കണ്ട. ഇതേപോലെ തന്നെ ബെല്ലോസും ഈ കാപ്പിലറിയും ഇതൊക്കെ ഉണ്ട്. ഈ ബൾബാണിത് ഉണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഇങ്ങോട്ടും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. കൂളിംഗ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്ന ഫാരൻഹീറ്റിലാണ് സ്കെയിൽ, സെൻറ്റിഗ്രേഡിലല്ല. എന്താ ഫാരൻഹീറ്റിൽ കൊടുത്തിരിക്കുകയാണ് ഹീറ്റിൽ. ഇനി ഇതിൻ്റെ കോണ്ടാക്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് എടുത്താൽ മതി, വർക്ക് ചെയ്തോളൂ. പക്ഷേ ഇതിൽ 2 or 3 എത്ര യൂണിറ്റ് ഇതുണ്ട്, അതിനെ കൂളിങ്ങിന് വേണ്ടിയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഈ കാണുന്ന ഇത്. എന്താ ഇതാണ് അതിൻ്റെ കോണ്ടാക്റ്റ്. ഇത് ഇവിടെ ഇത് വന്ന് ഇതിനകത്ത് കയറി ഇവിടെ എന്താ ഇത് ബെല്ലോസ് കാണുന്നുണ്ട്. ബെല്ലോസ് ഉണ്ട്. ഈ ബെല്ലോസ് എക്സ്പാൻഡായിട്ട് ഇവിടെ കോണ്ടാക്റ്റ് വരും. ബെല്ലോസ് കോൺട്രാക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതാവും. പിന്നെ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെല്ലോസിൻ്റെ സ്പ്രിങ് ടെൻഷൻ കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ടെമ്പറേച്ചർ കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യുന്നത്. ഈ സ്പ്രിങ് കുറച്ച് നല്ല ടെൻഷനിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കൂളിംഗ് വരുമ്പോൾ തന്നെ ഓഫാകും. സ്പ്രിങ് കംപ്ലീറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് വരുമ്പോൾ ഓഫ് ആകത്തുള്ളൂ. അതാണ് ഈ കാണുന്ന ടെമ്പറേച്ചർ കൺട്രോൾ. ഇതും തെർമോസ്റ്റാറ്റ് തന്നെ ഹണിവെൽ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇത് ഡെൽച്ചി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. എൻ്റെ ഇതിപ്പോൾ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയി. ഇതിപ്പോൾ ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഇത് ഒടിഞ്ഞു പോയതുകൊണ്ട് അല്ല ഗ്യാസൊക്കെ പുറത്ത് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ബെല്ലോസ് വർക്ക് ചെയ്യത്തില്ല. ഇത് കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയോ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം കമൻറ്റിൽ ഇട്ടാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കമൻറ്റിൽ ഇട്ടാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും നഷ്ടമൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വരുമ്പോൾ നമുക്കതിന് കൂടുതൽ വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ स्टूडेंट लोग आपके लिए MEP का और पूरा सेंट्रल एसी का ये हिंदी में मैं लेक्चर करेगा. आप लोग को चाहिए तो लेक्चर करेगा. इसको आप लोग मेरा चैनल सब्सक्राइब करो और सब्सक्राइब माई चैनൽ ഇഫ് യു വാണ്ട് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഞാൻ സബ്സ്ക്രൈബേഴ്സിന് PDF ഫയലിലായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.